എം വി ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനം നടന്ന ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ദിവസമൊക്കെ ഗോവിന്ദ മാഷ് വളരെ കാര്യമായി അത് വിശദീകരിച്ച് 1 മണിക്കൂർ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെങ്കിലും അന്ന് വൈകിട്ട് RDXൽ നമുക്ക് തോന്നിയ സംശയവും വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അന്ന് നമ്മളത് പറയുകയും ചെയ്തതാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു ഓർഗനൈസേഷണൽ ഫിക്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സർസൈസ് എന്ന രീതിയിലേക്ക് ഇത് ചുരുങ്ങിയോ എന്നുള്ള സംശയം അന്നും നമ്മൾ ഉന്നയിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന മട്ടിലേക്ക് അത് മാറിയോ എന്നുള്ളത്. അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ഈ സ്വയം വിമർശനം എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി എന്ന നിലയ്ക്ക് ആ സ്വയം വിമർശനത്തിലേക്ക് പോകുമ്പോൾ ആ സ്വയം വിമർശനത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുത്തലിലൂടെയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ക്ലാസ് ലൈനിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു വീഴ്ച വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കൊരു വീഴ്ച വന്നു എന്ന് അങ്ങനെ, അതായത് മൊത്തം ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും വ്യക്തിക്കുള്ള വീഴ്ചയല്ല, ഒരു കമ്മിറ്റിക്കുള്ള വീഴ്ച എന്ന മട്ടിൽ അതിനെ ഒതുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതുമായി എങ്ങനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കും ആ റിപ്പോർട്ടുമായി, അത് അവിടെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഏതാണ്ടൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ചകൾ നടന്നത് എന്ന്. പിന്നെ പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായി CPIMൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥികൾ എന്നത് നിർണ്ണയിച്ച് അവതരിപ്പിച്ചത് സെക്രട്ടറിമാരാണ്, ജില്ലാ സെക്രട്ടറിമാർ തീരുമാനിച്ചറിയിക്കുന്നതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണ ഉണ്ടായി എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് സാധാരണ സംഘടനാ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എവിടെ നിന്നുള്ള നിർദ്ദേശമാണിതൊക്കെ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഓരോ തീരുമാനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പ്രായപരിധിയുടെ നിർണ്ണയം അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇതിനകത്ത് ചർച്ചയായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, അതായത് കട്ടിലിനൊപ്പിച്ച് കാലു മുറിക്കുന്ന മട്ടിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു ഉത്തരവാദിയെ ഇതിൽ കണ്ടെത്തുന്നില്ല എങ്കിൽ ഈ സംഘടനയുടെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുക? ഒന്ന്, ഈ സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടി അംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സാധനം മാത്രമല്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. അതിനപ്പുറത്ത് ഇതിൻ്റെ അനുഭാവികളും ഇതിന് വോട്ട് ചെയ്യുന്നവരും എല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണല്ലോ ഇത്, അല്ലാത്ത ഒരു സംവിധാനമല്ലല്ലോ ഇത്. അപ്പോൾ ആ മട്ടിലുള്ള വഴക്കം, ജനാധിപത്യത്തിനുതകുന്ന വഴക്കം ഈ സംഘടനയ്ക്ക് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇത് ഈ പറയുന്ന ഡെമോക്രാറ്റിക് മറ്റേ സെൻട്രലിസത്തിൻ്റെ ഇതിൽ ലെനിനിസ്റ്റ് സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ സംഘടനാ ചിട്ടവട്ടങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ ആളുകളെ, സാധാരണ ആളുകളെ കാണാതെ പോയി കൂടാ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഇവരിപ്പോൾ ഇത് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും അനുഭാവികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു. വളരെ നല്ല തീരുമാനമാണ്, ആളുകളെ കേൾക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുക. അവിടേക്ക് പോയിരിക്കുന്നതെല്ലാം വളരെ എല്ലാവരും ആയിക്കൊള്ളണമെന്നില്ല, പലതരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷേ അതിൽ വളരെ വസ്തുതാപരമായി സൂക്ഷ്മമായി രാഷ്ട്രീയം നിരീക്ഷിച്ചെഴുതുന്ന ഒത്തിരി പേരുണ്ട്. ഇത് എത്രത്തോളം എളുപ്പമാണ് ഇതൊക്കെ ക്രോഡീകരിച്ചൊരു റിപ്പോർട്ട് ഇവർക്ക് തയ്യാറാക്കാനാവുക എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്.